മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ. അങ്ങനെ കണ്ടിറങ്ങി. അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങുന്നു? നിന്റെ അഭിപ്രായം പറയാം, എന്നിട്ട് ഞാൻ പറയാം. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്ത് പറയും, ഞാൻ തുടങ്ങാന്ന. പടം ഭയങ്കര ഹൈപ്പിലായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര കാണുന്ന പ്രതീക്ഷയിരുന്നില്ല. ടിക്കറ്റ് ഒക്കെ പണ്ട് എടുത്തു വെച്ച് ഫസ്റ്റ് ഡേ തന്നെ ഏറ്റവും ഫസ്റ്റ് ഷോവിനെ കാണാനായിട്ട് ട്രൈ ചെയ്തതാ. അത് കാണാനൊക്കെ പറ്റി. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ പടം ഇത്ര ഹൈപ്പിനുള്ളത് ഉണ്ടോന്ന് ഒരു ഡൗട്ട് അടിച്ചു. ഹൈപ്പല്ല, എന്താ പടം കഴിയാത്തെ അങ്ങനത്തെ ഒരു ഫീൽ. അതല്ല, ആ ഹൈപ്പിന് നമ്മളെല്ലാരും മോഹൻലാലിന്റെ പടം ഓക്കെ, ലിജോ ജോസ് പല്ലിശ്ശേരി അങ്ങൊരു പടം എല്ലാം ഭയങ്കര സംഭവമായിരിക്കും, ഭയങ്കര ഹിറ്റ് പടമായിരിക്കും. പക്ഷെ അത്രയും ഇല്ല, അത്ര ഹൈപ്പിനുള്ളതില്ല. ഹൈപ്പിനുള്ള പറഞ്ഞാൽ ചില സീൻസ് ഒക്കെ നമ്മള് തിയേറ്ററിൽ തന്നെ കാണാൻ തോന്നി. അതായത് നിങ്ങൾ തിയേറ്ററിൽ പോണ്ട അങ്ങനൊന്നും ഒരിക്കലും പറയാൻ തോന്നില്ല എനിക്ക്. ചില സീൻസ് തിയേറ്ററിൽ തന്നെ കാണണം, പക്ഷെ ബാക്കിയൊക്കെ എന്തിനാ സീൻസ് പറയുന്നത്. സിനിമാറ്റോഗ്രാഫി ചെയ്ത ആള് മധു നീലകണ്ഠൻ അങ്ങനെ ഡീസന്റ് ചെയ്യുന്നുണ്ട്. കുറെ ഷോട്ട്സ് ഒക്കെ നൈസ് സൂപ്പർ ഷോട്ടുകൾ തന്നെയാണ്. കളർ ആയാലും സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ആയാലും നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തേക്കുന്നത്. പക്ഷെ സ്റ്റോറി എവിടെയോ സാധനം ഡൈജസ്റ്റ് ആവാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ ആവില്ല, കാരണം അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാടോടി കഥയാണ്. അത് ഈ പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ ഡൈജസ്റ്റ് ആവണം എന്നില്ല. അതൊക്കെ ഓക്കെ. സിനിമയ്ക്ക് മുന്നേ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പറ്റിയ ഇതായിരിക്കില്ല, എല്ലാവരും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല എന്ന് കുറെ ഡയലോഗ്സ് കേട്ടായിരുന്നു. അപ്പോഴന്നെ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചു. പിന്നെ ഓബിയസ്ലി ലിജോസിനല്ലേ അങ്ങനെയും ഒരു ഡിഫറെന്റ് സ്റ്റൈൽ കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ സിനിമ സ്റ്റാർട്ടിങ് നല്ലൊരു തുടക്കമായിരുന്നു എന്ന് പറയാം. നല്ലൊരു ഇതായിരുന്നു. ഞാൻ ചോക്കി ഇനി വരും സംഭവം വരും ഇപ്പൊ സംഭവം നടക്കും. പക്ഷെ അത്ര ഇല്ല. സിനിമ കഴിഞ്ഞിട്ടും അത് തോന്നിയിട്ടില്ല. പിന്നെ കാസ്റ്റിംഗ് എനിക്കൊന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സൈക്കോ ഡൂഡ് ഉണ്ട്. ആ ഡൂഡിന്റെ നല്ല ആക്ടിങ് ആയിരുന്നു. അത് ഫുൾ സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡാനിഷ് അങ്ങൊരു നൈസ് ചെയ്തിട്ടാ. ശരിക്കും പറയണേ മോഹൻലാല് കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും നെക്സ്റ്റ് ബെസ്റ്റ് റോള് ചെയ്തേക്കുന്നത് പടത്തിൽ തന്നെ. ചിലര് ഞാൻ പറയില്ല ഇങ്ങനത്തെ പടാന്ന് പറയാൻ ഉദ്ദേശിച്ചാലും അവര് ലാലേട്ടന്റെ പടമാണ് അത് കാരണം നല്ലതെന്ന് പറയാം. ലാലേട്ടൻ ഫാൻസ് ഓബിയസ്ലി ലാലേട്ടൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങൊരു സൂപ്പർ ആക്ടിങ്ങും ഡയലോഗ് പ്രസൻസും സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഈ മൊത്തത്തോടെ എടുത്ത് നോക്കില്ലേ, സിനിമ എന്ന് പറയുന്നത് നമ്മള് ഡയലോഗ് മാത്രമല്ല, ഒരാളുടെ ക്യാരക്ടർ മാത്രമല്ലല്ലോ. നമ്മൾ മൊത്തത്തോടെ എടുത്ത് നോക്കുമ്പോ അത് അവിടെ പിഴച്ചിട്ടുണ്ട്. എവിടെയോ മിസ്സിംഗ് വന്നിട്ടുണ്ട് സിനിമയ്ക്ക്. ചില സീനൊക്കെ ലാസ്റ്റിലൊക്കെ ഈ പടം കഴിഞ്ഞില്ലേ, ഇത് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഇത്തൂടി ഡ്രാഗ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൂടി കൊണ്ടുപോയത് പടം. ലാഗ് ഉണ്ട്, ഇഷ്ടം പോലെ ലാഗ് ഉണ്ട്. നിങ്ങൾ നല്ലൊരു എന്താ ലിറ്ററലി പറയണ്ടേ, രാത്രി പടം കാണാൻ പോയാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോട്ടെ. ലിറ്ററലി ഞങ്ങൾ കാലത്ത് ഷോ കണ്ടിട്ട് തന്നെ ഇത്തിരി എവിടെയോ എന്തോ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. രാത്രി ഡെഫിനറ്റ്ലി ഞാൻ ഉറങ്ങിപ്പോയേനെ. എന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ റിവ്യൂസ് കുറെ ആൾക്കാർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ റിവ്യൂസ് ഞങ്ങൾ കണ്ടു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെന്തോ ഉദ്ദേശിച്ചത്. അത് ഇന്നർ മീനിങ് വെച്ച് കുറെ ആൾക്കാർ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ റിവ്യൂ അനുസരിച്ച് ഞങ്ങൾക്ക് ബാക്കി ഡയലോഗ്സ് അടിക്കും. ഓക്കെ, സോ ലെറ്റ്സ് പുട്ട് സം റിവ്യൂസ്. ഐ മീൻ മോസ്റ്റ്ലി ഫസ്റ്റ് വരുന്ന റിവ്യൂസിന് എടുത്ത് നോക്കാം. സത്യം. പിന്നെ ലിജോ ജോസഫ് പിന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. വേറെ ബാഹുബലി കാണുമ്പോൾ കാണാൻ പറ്റൂല. ലാഗ് പറഞ്ഞാൽ എല്ലായിടത്തും ലാഗ് ഉണ്ട്. ഇപ്പൊ തീരെ വിചാരിച്ചിരിക്കുമ്പോ ലാഗ് ഫുള്ള് ലാഗ് തന്നെ. അവസാനം ഒരു സാധനം ട്വിസ്റ്റ് പോലും ഉണ്ട്. ട്വിസ്റ്റ് പറയുന്നത് അല്ല, അതല്ല ആക്ച്വലി എല്ലാരും ഇപ്പൊ ലാസ്റ്റില് നമ്മൾ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ഇൻട്രോ അവര് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാ ഞാൻ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നില്ല. എന്താന്ന് ചോദിക്കരുത്, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. പറയുന്നില്ല സെക്കൻഡ് പാർട്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ വന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം രണ്ടു തരം ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഓഡിയൻസും, രണ്ട് സാധാരണ പ്രേക്ഷകരും. സാധാരണ പ്രേക്ഷകർക്ക് ഈ സിനിമ ലാഗായിരിക്കും, ബുദ്ധിജീവികൾക്ക് ഇത് ക്ലാസ് പടമായിരിക്കും. പിന്നെന്താ പറയാ, സിനിമയിൽ ആദ്യ 2 മണിക്കൂർ നല്ല ലാഗ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേക്കിംഗ് കൊണ്ട് അതിശയിപ്പിക്കുന്നു. ആകെ 2 മണിക്കൂറുള്ളൂ പടം. ഒടിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് മേക്കിംഗ് കൊണ്ട് അതിശയിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഒരു യുദ്ധം സീനൊക്കെ ഉണ്ട്. അത് കൺവിൻസിംഗ് അല്ലെങ്കിലും അതിന്റെ മേക്കിംഗ് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. ടുവേർഡ്സ് ക്ലൈമാക്സ് 30 minutes എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെടാൻ കാരണം പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു ട്വിസ്റ്റ് ലാസ്റ്റിൽ ചെറുതായിട്ടൊന്നും കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെയാണ് എന്തോ ഒരു ചെറിയൊരു കഥയായിട്ട് ആ രീതിയിൽ അത് ഇത്തിരി VFX സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ VFX എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സെക്കൻഡ് പാർട്ടിനുള്ള ഇൻട്രോ കൊടുത്തവര്. അപ്പൊ
മോഹൻലാൽ സാർ ഒരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റി. ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ആദ്യം ഞാൻ കണ്ടില്ല, ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നാണ്. വന്നു കഴിഞ്ഞപ്പോ തന്നെ നമ്മളൊരു ഇന്റർവ്യൂവിന് മുമ്പേ ആക്കിയത് എന്നെ മാനേജർ കയറ്റി സൂപ്പർ സാറ് അടിപൊളി എന്ന് പറയാം. എന്താ വെറൈറ്റിയാണ് പറഞ്ഞ അവസ്ഥയാണ് മോഹൻലാലിന്റെ മലയെക്കൊട്ടി വാലിബൻ സംഭവിക്കാൻ പോകുന്നത്. മലം പട്ട വളിമൻ അമ്മാവൻ ചൊറിഞ്ഞൊരിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നതാണ്. പടം പൊളിയോ 100% വാർത്തയാൻ പറയുന്നത്. ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സുഖം, ഒരു മനസുഖം. അതായിരിക്കും അത് ആയിരിക്കാം എടുത്തു പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ നമുക്കായാലും ഇപ്പൊ റിവ്യൂ പറയുമ്പോ ഒരിക്കലും നിങ്ങൾ പോവരുത്, ഞങ്ങള് പോവരുതെന്ന് ഒരിക്കലും എന്തായാലും പറയില്ല. പോണം, അങ്ങനെ നമുക്ക് പറയാൻ ബേർത്താണെന്ന് ചോദിച്ചാ അതിന് ഡയലോഗ് അടിക്കാം. ഞങ്ങളുടെ കാശ് പോയി, ഞങ്ങള് കാശ് പോയിട്ടാ. അത്രേ ഉള്ളൂ. ടിക്കറ്റിനും അതിനിടയ്ക്ക് പോപ്കോണും പിന്നെ എന്നിട്ടേക്ക് മേടിച്ച് ചിക്കൻ റോൾ എന്തിനേക്ക് മേടിച്ച് തിന്നായിരുന്നു. അല്ലെ ഉറങ്ങി പോയനെ കൈസ്. അതെ, അതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കഴിച്ചത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഒരു ഇതുപോലെ തന്നെ നമ്മളൊരു കഥ വായിക്കുന്ന പോലത്തെ കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, അതിന്റെ ഒരു പെർഫെക്ഷനോട് കൂടി നമ്മൾ കാണുന്നു. പക്ഷെ അതിന്റെ ഒരു LJP എലമെന്റ്സ് ഉണ്ട്, അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് നോ പ്ലാൻ. അതന്നെ ഇപ്പൊ സ്റ്റാർട്ടിങ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫില് ചില പറഞ്ഞ പോലെ ചില നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, ചില നല്ല ഷോട്ടുകളും നല്ല. ഞാൻ ചോദിക്കണം, ആ ഒരു 2-3 സീൻസിന് വേണ്ടി നമ്മള് ഇത്രയും ടൈം വേസ്റ്റ് ചെയ്ത് ഇത്രയും പൈസ വേസ്റ്റ് ചെയ്തിരിക്കണോന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. ലിറ്റിൽ പറഞ്ഞ അവരെടുത്ത എഫേർട്ടിന് ഉള്ള റിട്ടേൺസ് കിട്ടും തോന്നുന്നില്ല ഈ പടത്തിന്. റിട്ടേൺസ് മണി മാത്രല്ല ഞാൻ നോക്കുന്ന ഓഡിയൻസിന്റെ അപ്രിസിയേഷനും എല്ലാവരുടെയും ഇതില്ലേ, ആ ഫുൾ സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും ഈ പടത്തിന് കിട്ടാൻ ചാൻസ് ഇല്ല. ലിജോ ജോസ് പല്ലിശ്ശേരിന്റെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. It will be a lot of experimentation. There will be different type. ലിജോന്റെ കേസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പെടുത്ത പോലത്തെ ഒരു സിനിമ ആവരുത് അടുത്ത സിനിമ എന്നുള്ള രീതിയിലാണ് ലിജോ സിനിമ എടുക്കുക. ഇപ്പൊ ചുരുളിയാണെങ്കിലും ആമേനാണെങ്കിലും നൻപകൽ നേരത്ത് വണക്കമാണെങ്കിലും ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനമാണ് എങ്ങനെയാന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷൻ, ദ ഗ്യാരണ്ടി ഈസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഡിഫറെന്റ് മൂവി. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഓക്കെ, നമുക്ക് വീഡിയോ നിർത്താം. സോ ആള് പറഞ്ഞ പോലെ കാണുക. നിങ്ങൾക്ക് നല്ല അവരുടെ പടം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാം. ഒബിയസ്ലി ലിറ്റിൽ പറയണേ OTT വരുമ്പോ നിങ്ങൾ സൗണ്ട് ബാർ വീട്ടിലെ ഹെഡ്ഫോൺ വെച്ച് കേട്ടാൽ ചിലപ്പോൾ എഫക്റ്റ് കിട്ടും. സോ തിയേറ്ററിൽ പോയി കാണണം വേർത്താണെന്ന് ഞങ്ങളുടെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വേർത്തായില്ല. നിങ്ങൾക്ക് ഒബിയസ്ലി റിലീജിയസിന്റെ ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെരിമെന്റേഷൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എക്സ്പെരിമെന്റേഷൻ കാണണമെങ്കിൽ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് പോയാൽ ചിലപ്പോൾ വേറെ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റേഷൻ പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ഡൈജസ്റ്റ് ആവാം. പക്ഷെ നമ്മളിപ്പോ ഒരു ആക്ഷൻ പടം മല്ലന്റെ പടം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു പടമായിട്ട് ചിന്തിച്ച് പോവാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവില്ല, നിങ്ങൾക്ക് പിടിക്കില്ല. സോ കാണാൻ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ അടുത്ത വീഡിയോ റിവ്യൂ വരെ കാണാം. ബൈ, സീ യു.